പല നടിമാരുടെയും തകർച്ചയ്ക്ക് പിന്നിൽ മാതാപിതാക്കളുടെ പങ്കുണ്ട്. സൂപ്പർ നടിയാകേണ്ട ഒരു നടിയുടെ തകർച്ചയുടെ കഥയ്ക്ക് പിന്നിലെ മാതാപിതാക്കളുടെ പങ്കാണ് പറയുന്നത്. കർപ്പകവല്ലി എന്ന പ്രിയയുടെ തകർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയയുടെ പിതാവ് തന്നെയായിരുന്നു. പ്രിയ മലയാളത്തിൽ ശ്രദ്ധ നേടുന്നത് എന്നിഷ്ടം നിന്നിഷ്ടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ. അതിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു പ്രിയ. മോഹൻലാലും പ്രിയയും ഇഷ്ട ജോഡികളായി മാറി ഈ ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൽ. പിന്നീട് പ്രിയയെ തേടി നിരവധി കഥാപാത്രങ്ങൾ എത്തി. മാന്യമായ കഥാപാത്രങ്ങൾ. അതിനിടയിലാണ് KS ഗോപാലകൃഷ്ണൻ്റെ ഒരു സെക്സ് ചിത്രത്തിൽ പ്രിയയെ ക്ഷണിക്കുന്നത്. സെക്സ് വേഷം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പ്രിയ പിന്മാറി. പക്ഷേ പ്രിയയുടെ പിതാവ് KS ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെടുകയും പ്രിയയെ സെക്സിയാക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പ്രിയയ്ക്ക് അന്ന് കിട്ടുന്നതിൽ നിന്നും ഇരട്ടി പ്രതിഫലമാണ് ആ ചിത്രത്തിന് കൊടുത്തത്. എന്തായാലും ആ ചിത്രത്തിൽ പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രിയയ്ക്ക് സെക്സിയായി അഭിനയിക്കേണ്ടി വന്നു. പിന്നീട് മെയിൻ സ്ട്രീം സിനിമ പ്രിയയെ തഴഞ്ഞു. തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ സെക്സ് ചിത്രങ്ങൾ മലയാള സിനിമയിൽ കടന്നു വന്ന കാലം. P. ചന്ദ്രകുമാർ, KS ഗോപാലകൃഷ്ണൻ, ജയദേവൻ തുടങ്ങിയ സംവിധായകരുടെയൊക്കെ സെക്സ് ചിത്രങ്ങൾ ഒരുക്കിയ കാലം. ആ കാലത്ത് സെക്സ് സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായി മാറേണ്ട ഗതികേട് പ്രിയ എന്ന നല്ല നടിക്ക് ഉണ്ടായി. പ്രിയയുടെ പിതാവാണ് അതിന് കാരണക്കാരനായി മാറിയത്. പ്രിയ പിതാവിനാൽ ചതിക്കപ്പെട്ടു. എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ചിത്രത്തിന് ശേഷം പ്രിയയ്ക്ക് മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ ചിത്രത്തിന് ഓഫർ ലഭിച്ചിരുന്നു. പ്രിയ വലിയൊരു താരമാകുമെന്ന് പ്രതീക്ഷിച്ചു മലയാള സിനിമ. തമിഴ്നാടുകാരിയാണെങ്കിലും മലയാളിത്തമുള്ള മുഖം പ്രിയയുടെ പ്രത്യേകതയായിരുന്നു. പക്ഷേ പ്രിയയെ പിതാവ് കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നതാകും ശരി. ആലപ്പി അഷ്റഫാണ് എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തത്. അദ്ദേഹം തന്നെ ഒരവസരത്തിൽ പ്രിയയെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന നടിയായിരുന്നു പ്രിയയെന്ന്. സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായിരുന്ന പല്ലിശ്ശേരി അപ്രലോകം എന്ന പങ്ക്തിയിൽ എഴുതിയത് ഇങ്ങനെ: എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെ പ്രിയയുടെ കരിയർ ഒരു രാത്രി കൊണ്ട് കുതിച്ചുയർന്നു. പ്രിയ നക്ഷത്രം തിളക്കമുള്ള രാജകുമാരിയായി മാറി മലയാള സിനിമയിൽ. പക്ഷേ പിന്നീട് പ്രിയയുടെ വഴിത്താരകൾ തെറ്റി. പ്രിയ സെക്സ് ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി മാറി. പലപ്പോഴും അർദ്ധനഗ്നയായി അഭിനയിക്കേണ്ട ഗതികേട് പ്രിയയ്ക്ക് വന്നു. മലയാള സിനിമയിൽ അവർ ഒന്നുമല്ലാതായി മാറി. ഒരു സെക്സ് നടി എന്നതിനപ്പുറം പ്രിയയെ ഇന്നാരും ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രിയയെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോഴും എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ഒരൊറ്റ ചിത്രം കണ്ടു നോക്കണം പ്രേക്ഷകർ. അതിൽ മോഹൻലാലിനേക്കാൾ പ്രാധാന്യം പ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനാണ്. പ്രിയയുടെ ഗായികയായ കഥാപാത്രം നേടിയ കയ്യടി ആ ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണമായി മാറി. പക്ഷേ പ്രിയയ്ക്ക് പിന്നീട് പിഴച്ചു. പിതാവ് ഒറ്റിക്കൊടുത്തു പ്രിയയെ. പ്രിയ പിന്നീട് സെക്സ് സിനിമകളുടെ സ്ഥിര സാന്നിധ്യമായി മാറി. ഒരിക്കൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിരില്ല. അത് ഒരു തത്വശാസ്ത്രമാണ്. പ്രിയ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് കുളിരിനെക്കുറിച്ച് അവർ ആലോചിച്ചില്ല. കിട്ടിയ വേഷങ്ങളിലെല്ലാം അഭിനയിച്ചു. ആദ്യ പാപത്തിലൂടെ P. ചന്ദ്രകുമാർ
സെക്സ് തരംഗം കൊണ്ടുവന്നപ്പോൾ പ്രിയ അതിൻ്റെ ഒരു കണ്ണിയായി മാറി. അഭിലാഷയും പ്രിയയും ഒക്കെയായി. അഭിലാഷ, പ്രിയ, നിഷ, സുഗന്ധി തുടങ്ങിയ നടിമാരൊക്കെ അന്ന് പൊന്നിൻ വിലയുള്ള, പിന്നെ പുനംദാസ് ഗുപ്ത എന്നൊരു നടിയും ഉണ്ടായിരുന്നു, ബോളിവുഡിൽ നിന്ന് വന്ന. അവരൊക്കെ അക്കാലത്തെ സെക്സ് സിനിമകളിലെ പൊന്നും വിലയുള്ള നടിമാരായി മാറി. അവരുടെ കൂട്ടത്തിലേക്ക് ഒതുക്കപ്പെട്ടു പ്രിയ എന്ന കർപ്പകവല്ലി, പ്രിയ എന്ന നല്ല നടി.